ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ചോദിക്കുന്നു. നമ്മൾ തമിഴ്നാട് കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തമിഴ്നാടാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ബിജുട്ട, അവിടെ തമിഴ്നാട്ടിൽ സീറ്റ് കൊടുത്തപ്പോൾ അണ്ണാമലയ്ക്ക് സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ വലിയ ബഹളമായിരുന്നു. അത് അണ്ണാമലയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല എന്ന് നമുക്കെല്ലാം അറിയാം. അണ്ണാമലയ്ക്ക് സീറ്റ് കൊടുത്തില്ല, അണ്ണാമലയെ അവിടെ മുൻനിരയിൽ നിന്ന് ഔട്ടായി എന്ന് പറയാനായിരുന്നു ഇവിടെയുള്ള മാധ്യമങ്ങൾ ശ്രമിച്ചത്. അതെന്തിനാണ് എന്നൊന്ന് അറിയണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ സർവേ ഫലങ്ങളെല്ലാം തമിഴ്നാട്ടിലെ സൂചിപ്പിക്കുന്നത് വീണ്ടും സ്റ്റാലിൻ സർക്കാർ തന്നെ അധികാരത്തിലേറും എന്ന് തന്നെയാണ്. പക്ഷേ ചില സർവേ ഫലങ്ങൾ, വളരെ ചുരുക്കം ചില സർവേ ഫലങ്ങൾ NDA അവിടെ അധികാരത്തിൽ വരും എന്ന റിപ്പോർട്ട് പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഏപ്രിൽ 23 നടക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുറത്തിറക്കിയ 2 പ്രീപോൾ സർവേകൾ പ്രകാരം വരാനിരിക്കുന്ന തമിഴ്നാട് തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ DMK സഖ്യം വിജയിക്കുമെന്ന് പ്രവചിക്കുന്നു. ഒന്ന് ലോക് പോൾ ഏജൻസി നടത്തിയ ഒരു സർവേ, മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള സഖ്യം 234 മണ്ഡലങ്ങളിൽ 181 മുതൽ 189 സീറ്റുകൾ നേടുമെന്നും 40.1% വോട്ട് വിഹിതം നേടും എന്നും അവർ പ്രവചിക്കുന്നുണ്ട്. പ്രതിപക്ഷമായ NDA 38-നും 42-നും ഇടയിൽ മാത്രം സീറ്റുകൾ നേടി 29% മാത്രം വോട്ട് വിഹിതം മാത്രമാണ് നേടുകയുള്ളൂ എന്നാണ് ഇവര് പറയുന്നത്. പോരാത്തതിന് തമിഴ്നാട്ടിലെ മറ്റ് സർവേ ഫലങ്ങളിലെ പാർട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരനായിട്ടുള്ള വിജയുടെ രാഷ്ട്രീയ അരങ്ങേറ്റ പാർട്ടിയായിട്ടുള്ള തമിഴക വെട്രിക്കഴകം TVK 8 മുതൽ 10 വരെ സീറ്റുകൾ നേടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. സർവേ ഫലങ്ങളെല്ലാം, ചില സർവേ ഫലങ്ങളിൽ TVK 26 മുതൽ 30 സീറ്റുകൾ വരെ നേടുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഉള്ള മറ്റ് സർവേ ഫലങ്ങളിൽ 8 മുതൽ 10 വരെ സീറ്റുകൾ നേടും എന്ന് പറയുന്നുണ്ട്. 23.9% വോട്ട് ഷെയർ അവിടെ നേടും TVK എന്ന് പറയുന്ന സർവേകളുണ്ട്. ഏറ്റവും ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇപ്പോൾ ആഗ്രഹിക്കുന്നതും സ്റ്റാലിനെ തന്നെയാണ്. തൊട്ടു പിന്നിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരേണ്ടത് വിജയ് ആണ് എന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത്. എടപ്പാടി K പളനിസ്വാമി ഇല്ല, അതിനകത്തൊന്നും തന്നെ ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കലൈഞ്ഞർ മകളിർ, ഉറിമൈ തുകൈ, സൗജന്യ ബസ് യാത്ര, പ്രഭാത ഭക്ഷണ പദ്ധതി തുടങ്ങിയ ശക്തമായ ക്ഷേമ പദ്ധതികളാണ് DMK സഖ്യത്തിനെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലേറ്റുന്നതെന്നാണ് ഈ സർവേ ഫലങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലും അർദ്ധനഗര പ്രദേശങ്ങളിലും സ്ത്രീകളുമായി നന്നായി ബന്ധപ്പെടുന്ന പദ്ധതികളാണ് ഇവർ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാണ് സർവേ നടത്തിയ ആൾക്കാർക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ വോട്ടുകൾ TVKയ്ക്കും NDAയ്ക്കും ഇടയിൽ വിഭജിക്കപ്പെട്ടു പോകും എന്നുള്ളത് കൊണ്ടാണ് NDAയ്ക്ക് സീറ്റ് കുറയാനുള്ള കാരണം എന്നും പറയുന്നു. വിജയുടെ പാർട്ടിക്ക് നല്ലൊരു ശതമാനം വോട്ട് ലഭിക്കുന്നുണ്ട്. യുവ വോട്ടർമാരാണ് വിജയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി വോട്ടർമാരായവർ വിജയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യും. സർക്കാരിൽ അതൃപ്തിയുള്ളവർ എന്നിവർ വിജയ്ക്ക് വോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ സർവേ ഫലങ്ങൾ എല്ലാം തന്നെ പുറത്തു വന്നു കഴിയുമ്പോഴേക്കും NDA ക്യാമ്പ് അസ്വസ്ഥമാണ് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ അമിത്ഷാ അണ്ണാമലെ അവിടെ നിന്ന് പിടിച്ച് മാറ്റിയത് തന്നെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം. ആ സമയത്ത് പല വിദഗ്ധരും പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കൂ, രാജ്യസഭയിൽ BJPക്ക് മറ്റേ ഇതില്ല, ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ മറ്റതാണ്, രാജ്യം ഇവരെല്ലാം കൂടെ ഒന്നിച്ചത് കൊണ്ട് ഇനി നമ്മൾ സംസ്ഥാനങ്ങളിൽ ഭരണം പിടിക്കണം, അവിടെ നമ്മളെ ശക്തി കാണിക്കണം എന്നൊക്കെ പറഞ്ഞാണ് 2 മണിക്കൂർ അണ്ണാമലയുമായിട്ട് അവിടെ ഇരുന്ന് അമിത്ഷാ സംസാരിച്ച ശേഷമാണ് അണ്ണാമലയെ അവിടെ നിന്ന് പിടിച്ച് മാറ്റിയെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അണ്ണാമലൈ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതെടുത്ത് മാറ്റിയത്, അണ്ണാമലൈ അവിടെ നിന്ന് എടുത്ത് മാറ്റിയത് സത്യം പറഞ്ഞാൽ കേന്ദ്രത്തിന് ഒരു വലിയ തിരിച്ചടിയായി മാറും ഈ തെരഞ്ഞെടുപ്പിലെ ഫലം വരുമ്പോൾ. അണ്ണാമലെ മാറ്റിയത് തിരിച്ചടിയാകില്ല. പക്ഷെ കേന്ദ്രത്തിന്റെ സ്റ്റാൻഡ് അത് കേന്ദ്രത്തിന് നന്നായി അറിയാം. അവര് ഈ തെരഞ്ഞെടുപ്പിന് തുടക്കം മുതൽ തന്നെ, തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഒന്നിപ്പിച്ചുകൊണ്ടൊരു മുന്നണി രൂപീകരിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നടൻ വിജയുടെ പുറകിൽ പോവുകയും വിജയുടെ പാർട്ടിക്ക് 80 സീറ്റും ഉപമുഖ്യമന്ത്രി പദവും ഒക്കെ BJPക്കാർ വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. നിലവിൽ അവർ ഈ ADMK BJP ഒപ്പം തന്നെ TTP ദിനകരന്റേത്, മറ്റ് ചെറുകിയ കക്ഷികൾ, ഇവരെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കാൻ കഴിഞ്ഞു കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ധനുഷ് പറഞ്ഞത് എത്ര 40% ADMK NDA മുന്നണിക്ക് കിട്ടുമെന്ന് പറയുന്നത്. മറ്റേ വിജയുടെ പാർട്ടിക്ക് കിട്ടുന്ന 20, അപ്പൊ എത്രയായി? 63 63% വോട്ടെന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടാണ് 63%. അത് സ്പ്ലിറ്റ് ആയി പോകുന്നു. അതാണ് അതിന്റെ സിമ്പിൾ മെത്തേഡാണ്. അത് സ്പ്ലിറ്റ് ആകുന്നു. ഇത് കണ്ടുകൊണ്ടാണ് BJP അന്നോട്ടേ പറയുന്നത് വിജയ് കൂട്ടെന്ന് പറയുന്നത്. ഈ അണ്ണാമലയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ADMK, കാരണം ഇതിനകത്ത് BJP അഭിമുഖീകരിക്കുന്ന പ്രശ്നമുണ്ട്. BJPക്ക് തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് അധികാരം പിടിക്കാൻ കഴിയില്ല ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ടാണ് 3 വർഷമാണ് അണ്ണാമലെ പ്രസിഡന്റ് പദവി ഏറ്റപ്പോൾ കേന്ദ്ര നേതൃത്വം അമിത്ഷായും മോദിയും അണ്ണാമലയ്ക്ക് നൽകിയത് 3 വർഷമാണ് പാർട്ടിയെ സ്ട്രെങ്തൻ ചെയ്യിക്കാൻ. ഫസ്റ്റ് വർഷം അദ്ദേഹം ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി. ബൂത്ത് അവിടെ ഇപ്പോഴും ഉണ്ടാ യൂട്യൂബിലൊക്കെ ആയത്
ജില്ലാ പ്രസിഡന്റുമാരെ 34 പേരെ എടുത്ത് ദൂരെ കളഞ്ഞു, പണിയെടുക്കാത്തവനെയൊക്കെ. അപ്പോ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ മാധ്യമപ്രവർത്തകരെ ഇങ്ങോട്ടൊക്കെ ഇറക്കിയത്? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ഇപ്പോഴും ഭയങ്കര വൈറലാണ്. അദ്ദേഹം പറഞ്ഞത്, ദോശ ചൂടാനല്ല എന്നെ പോസ്റ്റ് കയറ്റി ഇരുത്തിയിരിക്കുന്നത്, പണി ഇതുകൾക്കൊക്കെ ഉള്ളവന്മാരെ പറഞ്ഞു വിട്ടിട്ട് പണിയെടുപ്പിക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ സ്ട്രെങ്തൻ ചെയ്തു അദ്ദേഹം, അത് സത്യമാണ്. അതിനുശേഷം അദ്ദേഹം ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകി. അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ആരുടെയും സഖ്യകക്ഷിയായി നിൽക്കാതിരിക്കുന്നതാണ് നമ്മുടെ വളർച്ചയ്ക്ക് നല്ലത്. അത് അദ്ദേഹം പ്രൂവ് ചെയ്യുകയും ചെയ്തു. അവിടുത്തെ കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റ് അവർ നേടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ 1ാം സ്ഥാനത്തെത്തി. അങ്ങനെ ഒരുപാട് മെച്ചം അതുകൊണ്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഭരണം പിടിക്കണമെങ്കിൽ ഈ സ്ട്രാറ്റജി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 വർഷം വേണ്ടിവരും. BJP അവിടെ ശക്തി പ്രാപിച്ചിട്ട് ഇത് ഭരണം പിടിക്കാൻ. അപ്പൊ പെട്ടെന്ന് ഭരണം പിടിക്കാനായിട്ട് എളുപ്പമാണ് സഖ്യത്തിൽ കൂടെ പോവുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, AIADMK പഴയ ആ സ്ട്രെങ്ത് ഇല്ല അവർക്ക്. ജയലളിത പോയതോടുകൂടി അതിനകത്ത് 2 പനീർശെൽവവും പളനിസ്വാമി 2 വിഭാഗങ്ങളായി. പിന്നെ അവർ തമ്മിൽ തല്ലി തീർന്നു. ഇപ്പൊ പനീർശെൽവം എവിടെയാണെന്ന് പോലും അറിയില്ല, സ്വതന്ത്രമായിട്ടോ മറ്റോ DMK സീറ്റിൽ എവിടെ മത്സരിക്കുന്നുണ്ട് അദ്ദേഹം. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം, അതിനിടയിലേക്കാണ് വിജയ് കടന്നു വരുന്നത്. വിജയുടെ പാർട്ടിക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ കഴിയും, ഭാവിയിൽ എത്രത്തോളം അത് നിലനിൽക്കാൻ കഴിയും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അത് അപ്പോഴത്തേക്ക് ആരെങ്കിലും റാഞ്ചിക്കൊണ്ട് പോകും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇവിടെ ആണ് ധനുഷ് പറഞ്ഞ കണക്ക് അണ്ണാമലയെ വിളിച്ച് ദില്ലിയിൽ കൊണ്ടുപോയി 2 മണിക്കൂർ ബ്രെയിൻ വാഷ് ചെയ്ത് അമിത്ഷാ പറഞ്ഞത് തൽക്കാലം മാറി നിൽക്കുക. കാരണം അണ്ണാമലയ്ക്ക് ഒട്ടും താല്പര്യമില്ല ഇങ്ങനെ ഒരു സഖ്യത്തിൽ പോകുന്നത്, പ്രത്യേകിച്ച് പളനിസ്വാമിയുടെ സഖ്യത്തിൽ പോകുന്നത് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തൽക്കാലം ഒന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഈ വിജയെ കൂടെ കൂട്ടാൻ അണ്ണാമല ഒറ്റയ്ക്കൊരു ശ്രമം നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കതിരൂർ ആൾക്കൂട്ടത്തിന്റെ ഒരു ഇതുണ്ടായിട്ട്, എന്താണ് പറയുന്നത്, കരൂർ ഒരു കുറച്ചുപേർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ വിജയ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് സ്റ്റാമ്പേഡ് വന്ന് അങ്ങനെ താങ്ങും തണലുമായിട്ട് എത്തി അണ്ണാമല. കേന്ദ്രത്തിൽ നിന്ന് നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ ഇവിടെ എത്തിച്ചു. അവരുടെ ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ വന്നു. അത് CBIയിലേക്ക് കേസ് എത്തിക്കുന്നതിനൊക്കെ വേണ്ടി അണ്ണാമല ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു. അപ്പം കേന്ദ്രം പറഞ്ഞൊരു കാര്യം, ഈ വിജയ് വരികയാണെങ്കിൽ നിങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യും, BJP വിജയുമായിട്ട് ഒന്നിച്ച് ചെയ്യും. അപ്പോഴേക്കും സ്വാഭാവികമായി തമിഴ്നാട്ടിലുള്ള മറ്റു പ്രതിപക്ഷ ചെറിയ പാർട്ടികളെല്ലാം നിങ്ങളുടെ ഒപ്പം വരും എന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് അണ്ണാമല ട്രൈ ചെയ്തിരുന്നു. പക്ഷെ അത് വിജയം കണ്ടില്ല. അത് ഈ വിജയ്ക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, വിജയുടെ പാർട്ടിയിലുള്ള കുറെ പേര് അതിനെ എതിർത്തത് കൊണ്ടാണ്. കാരണം വിജയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാക്കളൊക്കെ കൂടെ എതിർത്തത് കൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പൊ അത് നടന്നില്ല. അതിനുശേഷം അണ്ണാമലയ്ക്ക് പിന്നീട് വെച്ചിരുന്ന ഒരു ഓഫർ കേന്ദ്ര മന്ത്രിസ്ഥാനമാണ്. കാരണം ഇപ്പൊ L. മുരുകൻ മത്സരിക്കുന്നുണ്ട് തമിഴ്നാട് നിയമസഭയിലേക്ക്. L. മുരുകൻ കേന്ദ്രമന്ത്രിയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യും, അത് മാറിയിട്ട് താങ്കൾ അത് പോസിറ്റീവ്. അണ്ണാമല പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ള സാധനമാണ്. ഇപ്പം നമ്മൾ രഹസ്യമായിട്ട് പറയുന്ന സാധനമല്ലത്. അദ്ദേഹത്തിന് മന്ത്രിയാകാൻ താല്പര്യമില്ല, ഈ നിയമസഭയിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്നുകൂടി അദ്ദേഹം നേരത്തെ തന്നെ പാർട്ടിയെ അറിയിച്ചിരുന്നു. കാരണം അണ്ണാമലയുടെ താല്പര്യം എന്ന് വെച്ചാൽ ഒരു കിങ് മേക്കറായി മാറുക, ഭാവിയിൽ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആകുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു നിയമസഭാ സീറ്റ് ഇപ്പോൾ BJPയുടെ കേന്ദ്ര നേതൃത്വത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചോദിക്കുന്ന സീറ്റ് പാർട്ടി കൊടുക്കും. പക്ഷേ അദ്ദേഹം ജയിച്ച് വെറും ഒരു MLA ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ അറിയുന്ന വിവരം പാർട്ടിക്ക് വലിയൊരു പ്ലാൻ ഉണ്ട് അണ്ണാമലയെ വെച്ചിട്ട്. പാർട്ടിയുടെ ഒരുപക്ഷെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാകും. 4 ജനറൽ സെക്രട്ടറിമാർ, ഒരു സംഘടനാ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമാണ്, ജനറൽ സെക്രട്ടറിയുമാണ് BJPക്കുള്ളത്. ഈ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് RSSന്റെ പ്രചാരകനാണ്. അത് 3 വർഷത്തേക്കുള്ള ഡെപ്യൂട്ടേഷൻ ഒക്കെ ഒരു സാധനമാണ്. ഈ 4 എണ്ണമാണ് പാർട്ടിക്കുള്ള ദേശീയ ജനറൽ സെക്രട്ടറിമാർ. അവർക്ക് ഹൈ പവറാണ്. അതിനകത്ത് ഒരാളായിട്ട് അണ്ണാമലയെ അപ്പോയിന്റ് ചെയ്യാനായിട്ടാണ് കേന്ദ്രം ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അപ്പോൾ ഇങ്ങനെ അണ്ണാമല ഇടഞ്ഞു നിന്ന് കഴിഞ്ഞപ്പോൾ, ഇടഞ്ഞല്ല, തമിഴ്നാട് പൊളിറ്റിക്സിൽ ഇദ്ദേഹത്തിന് ഇത് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ മഹാരാഷ്ട്ര, രാജസ്ഥാൻ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം പ്രചരണത്തിനായിട്ട് BJP അണ്ണാമല ഉപയോഗിച്ചു. അതിനർത്ഥം എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ഒരു പാൻ ഇന്ത്യ ആക്കി മാറ്റുക. എല്ലായിടത്തും ഇലക്ഷൻ അവരുടെ ഒരു BJPയുടെ ഒരു രീതി അങ്ങനെയാണ്. അവരുടെ നേതാക്കന്മാരെയൊക്കെ അവരെല്ലാ സംസ്ഥാനത്തും ഇവിടെ ട്രെയിൻ ചെയ്യും. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ആ വിഷയമായിരുന്നു. ഇവിടെ പറയുന്ന ഈ നേതാക്കൾ, അവരുടെ ഏറ്റവും താഴെത്തട്ടുള്ള നേതാക്കന്മാരെയൊക്കെ കൊണ്ടുവന്ന് എല്ലായിടത്തും പ്രചരണം വന്നു. കേരളത്തിന്റെ ഒരു സ്ട്രക്ചർ അവർ പഠിക്കുന്നു, മറ്റുള്ളത്തെ ഒരു സ്ട്രക്ചർ അവർ പഠിക്കുന്നു. ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ അനൂപ് ആന്റണി എന്ന് പറഞ്ഞിട്ട് തിരുവല്ലയിൽ മത്സരിക്കുന്ന ഒരു BJP സ്ഥാനാർത്ഥി, ഞാനുമായിട്ട് വളരെ അടുത്ത വ്യക്തിബന്ധമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഇദ്ദേഹത്തെ BJP യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ BJPയുടെ പദ്ധതികളുണ്ട്, വിദ്യാഭ്യാസ പദ്ധതി, അങ്ങനെ ഇതിന് പാർട്ടിക്കാർക്ക് ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ലക്ഷ്യം. ഇത് പുള്ളി കൊടുത്തിരിക്കുന്ന ദൗത്യം. പുള്ളി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോകുന്നു, ഈ പാർട്ടിക്ക് ക്ലാസ് എടുത്തു കൊടുക്കും. ഈ പാർട്ടിയുടെ MP മാര്, പഞ്ചായത്ത് മെമ്പർമാര്, MLA-മാരുണ്ട്. അപ്പൊ എന്താണ് ജൽജീവൻ പദ്ധതി? അപ്പൊ അതിന് പുള്ളി വലിയ പ്രസന്റേഷൻ ഒക്കെ നടത്തി ഇവർക്ക് ക്ലാസ്. ഇനി ഇവരാണ് ഇത് മറ്റുള്ളവരിലേക്ക് ക്ലാസ് ചെയ്ത് കൊടുക്കേണ്ടതും ജനങ്ങളിൽ എത്തിക്കേണ്ടതും. അപ്പൊ ഇതായിരുന്നു പുള്ളിക്കോട് ദൗത്യം. ആ പുള്ളി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, മധ്യപ്രദേശിൽ, അങ്ങനെ വിവിധ സംസ്ഥാനം, എപ്പോൾ നമ്മൾ ദില്ലി ചെന്നാലും ഇല്ലെങ്കിൽ മിക്കവാറും ഒക്കെ ഈ അനൂപ് കാണില്ല. അവിടെ അനൂപ് ഇതിനൊക്കെയുള്ള ദൗത്യമായിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ ഇതായിരുന്നു. അതിനുശേഷം അനൂപ് മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ ആ പൊസിഷൻ കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അനിൽ ആന്റണി.
നമ്മുടെ AK ആന്റണിയുടെ മകൻ. അദ്ദേഹം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്. കാരണം ഈ പാർട്ടി നോക്കുന്നത് ഇവരുടെ കാലിബർ അനുസരിച്ചിട്ടാണ് ഇവർക്ക് ഇത് കൊടുക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഭംഗിയായിട്ട് അവർക്ക് നടത്താം. അപ്പൊ എല്ലാ തരത്തിലും പാർട്ടി അങ്ങനെ ഉപയോഗപ്പെടുത്തിയിടും. അങ്ങനെ അണ്ണാമല അത് എടുക്കും. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അണ്ണാമല അവർ യൂസ് ചെയ്ത് സൗത്ത് ഇന്ത്യയുടെ പ്രചാരകനായിട്ടാണ്. നോക്കൂ, 7-ാം തീയതി വരെ അണ്ണാമല കേരളത്തിലും പുതുച്ചേരിയിലും ഉണ്ടായിരുന്നു. ഈ 7-ാം തീയതി മുതൽ ഇപ്പൊ തമിഴ്നാട് തുടങ്ങിയിട്ടുണ്ട് അണ്ണാമല പ്രചാരണം. എല്ലാ സ്ഥാനാർത്ഥിക്കും വേണ്ടി പോവുകയാണ്. ഇത്രയും മണ്ഡലമുണ്ടേ, അവിടെ പോവുകയാണ്. അണ്ണാമലയ്ക്ക് ഒരു ഹെലികോപ്റ്റർ വിട്ടു കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇവിടെ അതിന് പോവുകയാണ് അണ്ണാമല. അപ്പൊ ഇത്രയും സ്ഥലത്ത്, അതായത് ഒരു ദക്ഷിണേന്ത്യയുടെ മുഖമായി അണ്ണാമല മാറുന്നു എന്നുള്ളതാണ് അവിടെ. അതായത് ഇനി പുള്ളിക്ക് സംസ്ഥാന രാഷ്ട്രീയം, ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ ഞാൻ പറയാം, സീരിയലിൽ നിന്ന് സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സീരിയലിലേക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടല്ലേ. ഞാൻ അപമാനിക്കുന്നതല്ല നടിനടന്മാരെ, അല്ലെ? അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ എത്തപ്പെടുന്നു. നമ്മളൊരു വലിയ ഹീറോ ആയിട്ട് നമ്മൾ 3-4 സിനിമയിലൊക്കെ അഭിനയിച്ചെന്ന് ഹിറ്റായിരിക്കുന്ന സമയത്ത് സീരിയലിലേക്ക് വിളിച്ച ഒരു നടനും നടിയും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന്റെ ഒരു റേഞ്ച് വേറെ, ഇതിന്റെ ഒരു റേഞ്ച് വേറെ. അപ്പം അതേപോലെ തന്നെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ അണ്ണാമല നിൽക്കുന്നത്. അദ്ദേഹം എനിക്ക് ഒരുപക്ഷെ 2 ഓപ്ഷനാണ് ഇതിനകത്തുള്ളത്. ഒന്നുകിൽ അദ്ദേഹം ദേശീയ സെക്രട്ടറിയാ, ജനറൽ സെക്രട്ടറിയാ. അതല്ലെന്നുണ്ടെങ്കിൽ നൈനാർ നാഗേന്ദ്രൻ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്, അവരുടെ അധ്യക്ഷൻ. പെട്ടുപടച്ചെങ്ങാണ് ADMK ജയിച്ചത് നൈനാർ നാഗേന്ദ്രൻ മന്ത്രിയാണ്. കാരണം ADMKയുടെ കാലത്ത് അദ്ദേഹം ADMK മന്ത്രിയായിരുന്നു. അപ്പൊ മന്ത്രിയാവും, അപ്പോഴും അവിടെ ഒരു ഒഴിവ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ BJP ഇനിയിപ്പോ അവിടെ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ BJP പിന്നെ അവർ പ്ലാൻ ചെയ്യുന്നത്, ഇത് മിക്കവാറും അണ്ണാമലയുടെ കയ്യിൽ തന്നെ വരും. അണ്ണാമലെ ദേശീയ ജനറൽ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അണ്ടറിൽ വരുന്ന, കാരണം അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് മുഴുവൻ സൗത്ത് ഇന്ത്യ ആയിരിക്കും. തെലങ്കാന, ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരളം, പുതുച്ചേരി ആയിരിക്കും. അങ്ങനെ വരുമ്പോഴും അദ്ദേഹത്തിന്റെ അണ്ടറിൽ തന്നെ തമിഴ്നാട് വരികയുള്ളൂ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു 10 സീറ്റ് ലഭിക്കുകയാണ്. അവർ 27 സീറ്റിലാണ് മത്സരിക്കുന്നത്. 10 സീറ്റ് അവർക്ക് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ 10 സീറ്റ് വെച്ചിട്ട് അവർ അടുത്ത 5 വർഷത്തിനകം ഒരു വലിയ വളർച്ചയിലേക്ക് അവർക്ക് എത്താൻ കഴിയും. ADMK അവരിനി പൂർണ്ണമായി വിഴുങ്ങും. ADMK ഈ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞാൽ ADMK പൂർണ്ണമായി വിഴുങ്ങും. ഈ എന്റെ ഒരു കണക്കുകൾ അനുസരിച്ചിട്ട് വിജയ്ക്ക് കുറച്ച് സീറ്റ് ഈ തെരഞ്ഞെടുപ്പ് കിട്ടും. പുത്തനച്ചി പെരപ്പുറം തൂക്കും എന്ന് പറയുന്ന കണക്ക് തന്നെയുള്ളൂ. ഇതുപോലെ തന്നെ ഇതിനേക്കാളും വലിയ പിൻബലം ഉണ്ടായിരുന്ന ഒരു നടനാണ് വിജയകാന്ത്. ആരാധകരല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് ജാതിക്ക് വലിയ പിന്തുണ ഉണ്ടായിരുന്നു. ജാതി പോക്കറ്റുകൾ തമിഴ്നാട്ടിൽ ഒരുപാടുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 21 സീറ്റ് നേടി. ജയലളിതയുടെ സർക്കാരിന്റെ സമയത്ത് പ്രതിപക്ഷമായിട്ട് അദ്ദേഹം നിയമസഭ പ്രതിപക്ഷ നേതാവായിരുന്നു പുള്ളി. ഈ പറഞ്ഞ വിജയകാന്ത് നേതാവായിട്ട് നിന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് നമ്മൾ എന്താണ് കണ്ടത്? വിജയകാന്തിന്റെ പാർട്ടി പാടെ പോകുന്നതാണ്. കാരണം ഈ പൊളിറ്റിക്കലി അറിവില്ലാത്തവരുടെ ഒരു കൂട്ടം കൂടിക്കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല. എനിക്ക് ഇപ്പോഴും അത്ഭുതമായിട്ട് നിൽക്കുന്ന ഈ ആപ്പൊക്കെ എങ്ങനെ ദില്ലി ഒരു 15 വർഷം ഭരിച്ചു എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു പൊളിറ്റിക്കലി ഇത് വേണ്ട. ഒരു നമ്മൾ മത്സരിക്കുന്ന ആരാണ്? BJP കണക്ക് എല്ലാ കുതന്ത്രങ്ങൾ പറയുന്ന ഒരു പാർട്ടിയോടാണ് മത്സരിക്കുന്നത്. അവിടെയൊക്കെ ഒരു ആൾക്കൂട്ടത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ചിലപ്പോൾ താൽക്കാലികമായ പ്രതിഭാസം ഉണ്ടാകും. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വിജയ്ക്ക് കുറച്ച് സീറ്റൊക്കെ കിട്ടും. ആ വിജയുടെ പാർട്ടി അധികം പോയില്ല. പതുക്കെ ഇവന്മാരിരുന്ന് ചുരണ്ട് കുറച്ച് സ്റ്റാലിൻ കൊണ്ടുപോകും, കുറച്ച് BJPയും കൊണ്ടുപോകും. ADMK കൊണ്ടുപോകാൻ സാധ്യത ഒന്നും തന്നെ ഇല്ല. കാരണം അവരുടെ കയ്യിൽ അതിനുള്ള പാങ്ങും ഇല്ല, അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത. ഏതായാലും തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ ഈ ധനുഷ് പറഞ്ഞത് ശരിയാകണം. കാരണം DMK സർക്കാർ തന്നെ വീണ്ടും വരാനുള്ള സാധ്യത അവരുടെ മിടുക്കുകൊണ്ടല്ല. പിന്നെ ധനുഷ് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോ ആലോചിച്ചത്, സ്റ്റാലിനാണ് വലിയ പിന്തുണ, മറ്റവർക്കൊന്നും പിന്തുണയില്ല. കാരണം സ്റ്റാലിനെ ഉള്ളു ഇപ്പൊ അവിടെ നേതാവ് എന്ന് പറയാൻ. വേറെ ആരുണ്ട് അവിടെ നേതാവ്? നമ്മുടെ കേരളത്തിലെ അവസ്ഥ തന്നെ. കേരളത്തിൽ ആരാ മുഖ്യമന്ത്രിയുടെ ലീഡിംഗ് റോളിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനാണ്. അപ്പുറത്തെ ഭാഗത്ത് ആരാന്ന് വെച്ചാൽ VD സതീശൻ, KC വേണുഗോപാൽ, K സുധാകരൻ, രമേശ് ചെന്നിത്തല, അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി ഇങ്ങനെയാണ്. അതിനകത്ത് രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഈ സർവേക്കകത്ത് വരുന്ന ഈ സ്റ്റാലിൻ ഒഴിച്ച് ബാക്കിയുള്ളവരുടെയൊക്കെ ശതമാനം ഒന്ന് പേപ്പറിനകത്ത് എഴുതി കൂട്ടി നോക്കിക്കേ, സ്റ്റാലിനേക്കാൾ കൂടുതലായിരിക്കും. കേരളത്തിൽ സർവേ നടത്താറുണ്ട്. പിണറായി വിജയന് 40% എന്ന് വെച്ചു, ഇല്ല 45%. ഈ താഴെ വന്ന് VD സതീശന് 30, പിന്നെ ശശി തരൂരിന് 10, K സുധാകരൻ 5, പിന്നെ V മുരളീധരന് 7, രാജീവ് ചന്ദ്രശേഖരന് 7, K സുരേന്ദ്രന് 5, ഇങ്ങനെ ആയിരിക്കും. ഇതെല്ലാം കൂടെ എഴുതി കൂട്ടാമെങ്കിൽ പിണറായിക്കാൾ കൂടുതലാണ്. അതായത് ഭരണവിരുദ്ധ വികാരം ചിന്നുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം. ചിന്നിച്ചിതറി പോകുന്നു എന്നുള്ള ഒരു മെസ്സേജിലേക്കാണ്. ഏതായാലും നമ്മൾ ഈ തമിഴ്നാട് ഇത് അനാലിസിസിന് എടുക്കാത്തതല്ല, വരും ദിവസങ്ങളെല്ലാം എടുക്കും. കാരണം നമ്മൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് നമ്മൾ ഇതൊന്ന് മാറ്റിവെച്ചാണ്. ഇനി തമിഴ്നാട് നമ്മളെടുക്കും, ആസാം നമ്മളെടുക്കും, വെസ്റ്റ് ബംഗാൾ എടുക്കും. ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിലായിരിക്കും. കാരണം അവിടെയൊക്കെ ഈ മാസം അവസാനത്തോടുകൂടി ഇലക്ഷൻ തീരത്തുള്ളൂ.